എന്നെ പലപ്പോഴും വിളിക്കുന്നത് തിരുതത്തോമ എന്നാണ്. അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചതാണ്. തിരുത എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? ആ പൊട്ടിച്ചിരിയും. ആ ആർക്കെതിരായിട്ടാണ്? ആ വിഭാഗത്തിനെതിരായിട്ടല്ലേ? ആ വിഭാഗത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കണ്ടേ? നമസ്കാരം. നല്ല തറവാടിയായ ഒരു മത്സ്യമാണ് തിരുത അഥവാ കടമ്പ്. പെഴ്സിഫോറമസ് എന്ന മത്സ്യഗോത്രത്തിലാണ് പിറവി. ഇതിൻ്റെ തല പരന്നതും മാംസളവുമാണ്. മുതുകുഭാഗത്ത് ചാര നിറമായിരിക്കും. ഉദരഭാഗത്ത് നല്ല വെള്ള നിറമാണ്. കട്ടിയുള്ള കൺപോളകളാണ് മറ്റൊരു പ്രത്യേകത. വാലിൻ്റെ അറ്റത്തുള്ള കറുത്ത അടയാളം തിരുതയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ മത്സ്യഗോത്രത്തിൽ പിറന്ന തിരുതയുടെ രൂപഘടനയുള്ള ഏതെങ്കിലും ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിലുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ തിരുതയില്ലേ എന്ന് ഒരാൾ മത്സ്യ മാർക്കറ്റിൽ നിന്നും ചോദിച്ചാൽ ഒരു നേതാവിന് വല്ലാത്ത അഭിമാനക്ഷതമുണ്ടാകുന്നത്? ഇവിടെ എത്തില്ല. ഇയാൾ മത്സ്യത്തൊഴിലാളി ക്ഷമ പറയണം മുന്നോട്ട് പോകണം. ഇലക്ഷൻ പ്രചരണം ചൂടുപിടിച്ചിരിക്കെ എറണാകുളത്തെത്തിയ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഒരു മീൻ ചന്തയിൽ ചെന്നപ്പോൾ പലതരം മത്സ്യങ്ങൾ കണ്ടു. ഒന്നിനെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇവിടെ തിരുത മീനില്ലേ? അത് കേട്ടപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ചിരിച്ചു. അതാണ് പിണറായി ദാസനും മുൻ കോൺഗ്രസ്സുകാരനുമായ പ്രൊഫസർ KV തോമസിനെ വല്ലാതെ രോഷം കൊള്ളിച്ചത്. രമേശ് അപമാനിച്ചു തന്നെയല്ല, മത്സ്യത്തൊഴിലാളികളാണ്. അതോടെ മരമുറിക്കാരൻ്റെ ചാനലിലെ മഹാതലേൻ്റെ അരികിൽ ഓടിയെത്തി ഒരുപാട് സങ്കടം പറഞ്ഞു, കരഞ്ഞു. ഈ മനുഷ്യൻ എന്തിനാണ് ഇത്രയൊക്കെ പഠിച്ചത്? അതിൻ്റെ വല്ല ലക്ഷണവും ഈ മനുഷ്യനുണ്ടോ? തിരുതമീനില്ലേ എന്ന് ചോദിച്ചാൽ അത് മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുകയാണോ? അതെങ്ങനെയാണെന്നാണ് മനസ്സിലാകാത്തത്. മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ച് വിളിക്കുന്നത് തിരുത എന്നാണോ? അവർ കേരളത്തിൻ്റെ സൈന്യമായിരുന്നു അത്രേ. അത് തോമസ് പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ സൈന്യത്തോട് പിണറായി സർക്കാർ എങ്ങനെയാണ് പെരുമാറിയതെന്നും നാടിനറിയാം. നാളെ ചെങ്ങന്നൂരെ ചന്തയിൽ ചെന്ന് ചെന്നിത്തല ഇവിടെ വരാല് കിട്ടുമോ എന്ന് ചോദിച്ചാൽ വരാലിൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് സജി ചെറിയാൻ വരുമോ എന്തോ? പിണറായി വിജയൻ്റെ വിശിഷ്ട ഭോജ്യമായിരിക്കാം ഈ KV തോമസ്. അതിൻ്റെ പുങ്കത്തരവും കൊണ്ട് തോമസിനി ഇറങ്ങാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും വേണ്ടാതാകും. കുമ്പളങ്ങിക്കായലിൽ പോയിരുന്ന വാരച്ചൂണ്ടയിടാം. അവർക്കും ഇപ്പോൾ യൂണിയൻ ഉള്ളതുകൊണ്ട് അതിൽ ചേരേണ്ടി വരും എന്ന് മാത്രം. തിരുതയെന്ന് പറഞ്ഞാൽ അതെൻ്റെ വിളിപ്പേരാണ് എന്ന് KV തോമസിന് എങ്ങനെ മനസ്സിലായി? ആ പേരാദ്യം വിളിച്ചത് CPMകാരായിരുന്നു. പണ്ടത്തെ ഫ്രഞ്ച് ചാരക്കേസിൽ KV തോമസിനെ രാജിവെപ്പിക്കാൻ പ്രകടനം നടത്തിയ കാലത്താണ് CPMകാർ തിരുത തോമ എന്ന് വിളിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ അതിനുള്ള കാരണവും പറഞ്ഞു തന്നു. ഡൽഹിയിലെ നമ്പർ 10 ജനപദിൻ്റെ അടുക്കളയിൽ കയറി കുമ്പളങ്ങിയിൽ നിന്നുള്ള തിരുതമീൻ കൊടുക്കുന്ന പരിപാടി തോമസിനുണ്ടായിരുന്നത്രേ. സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ മീൻ വെട്ടിക്കൊടുത്താണ് KV തോമസ് ഏറിയ കാലം അധികാര സ്ഥാനങ്ങളിൽ തുടർന്നു പോകുന്നത്. ഇത് പല രാഷ്ട്രീയ വിമർശകരും പറഞ്ഞ് രസിക്കാറുണ്ടായിരുന്നു. നാലാലൊരു നിവൃത്തി ഉണ്ടെങ്കിൽ അടുക്കളക്കാരെയും ആശ്രിതരെയും കൈവിടുന്ന പരിപാടി ഡൽഹിയിലെ ഈ റോയൽ ഫാമിലിക്ക് ഇല്ലായിരുന്നു. അതിൻ്റെ സുഖമല്ലേ ഏറിയ കാലം തോമസ് അനുഭവിച്ചത് അത്രയും. ഒടുവിൽ എറണാകുളം സീറ്റ് നഷ്ടപ്പെടുമെന്നായപ്പോഴേക്കും KV തോമസ് വാലാട്ടിക്കൊണ്ട് പിണറായി വിജയൻ്റെ അടുക്കള വാതിലിൽ ചെന്ന് മുട്ടി. അതോടെ ലക്ഷങ്ങൾ ശമ്പളത്തോടെ ക്യാബിനറ്റ് പദവിയിൽ കയറിക്കൂടി. അതിനുശേഷം CPMകാരെ സംബന്ധിച്ചിടത്തോളം KV തോമസ് മാഷാണ്. അവർ മാഷേ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. തോമസിനെ കാര്യസ്ഥനായി വെച്ചതിൻ്റെ ഗുണം പിണറായിക്കും ഉണ്ടായിട്ടുണ്ടാകണം. നിർമ്മല സീതാരാമന് പിണറായി ഒരുക്കിയ വിരുന്ന് സംഘടിപ്പിച്ചത് KV തോമസ് ആയിരുന്നു. കോൺഗ്രസിൽ ആരെങ്കിലും ഒന്ന് കണ്ണു കാണിച്ചാൽ തോമസ് ഇങ്ങനെ പോരാനും മതി. അതിൻ്റെ ഒരു സൂചന എന്നവണ്ണം തോമസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. KV തോമസ് വരുന്നത് പ്രൊഫസർ KV തോമസ് ആയിട്ട് തന്നെ മതി, പാർട്ടി മാറുകയൊന്നും വേണ്ട. ഇതായിരുന്നു അത്രേ പിണറായി വിജയൻ പറഞ്ഞത്. അതിനാണ് ഈ കള്ളക്കണ്ണീരും പരാതിയും. സത്യത്തിൽ തിരുത കുടുംബം KV തോമസിനെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുകയാണ് ചെയ്യേണ്ടത്, അവരുടെ പേരെടുത്ത് ഈ തോമസിനിട്ടതിന്. പിണറായി വിജയൻ കഴിക്കാറുള്ള നെയ്മീനേക്കാൾ ദില്ലിയിൽ പ്രശസ്തമായൊരു മീനാണ് തിരുത. മറ്റു മത്സ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവാണ് തിരുതയുടെ പ്രത്യേകത. അതുപോലെയാണ് KV തോമസും. ദില്ലിയിലും കേരളത്തിലുമെല്ലാം കോൺഗ്രസിനോട് പൊരുത്തപ്പെട്ടു. ഒടുവിൽ പിണറായി പിടിച്ച് ഓരുവെള്ളത്തിലിട്ടപ്പോൾ അവിടെയും പൊരുത്തപ്പെട്ടു. ഇതിൻ്റെ മുട്ടയും സൂപ്പറാണ്. പശ്ചിമ ബംഗാളിലെ തടാകത്തിലും ഉൾനാടൻ ശുദ്ധജലത്തിലും മാത്രമല്ല, ശ്രീലങ്ക, പാകിസ്ഥാൻ, വിയറ്റ്നാം, ചൈന, ജപ്പാൻ, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ ഇവിടങ്ങളിലെല്ലാം തിരുതയുണ്ട്. ഇത്രയേറെ യൂണിവേഴ്സൽ വാല്യൂ ഉള്ള തിരുതമീനിനെ പറ്റി രമേശ് ചെന്നിത്തല ഒരു കുശലാന്വേഷണം നടത്തിയാൽ അതെങ്ങനെയാണ് മാനക്കേടാകുന്നത്?
മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയൊക്കെ നിലവാരമേ ഉള്ളൂ ഈ പ്രൊഫസർക്ക്. ഇതും വാഴക്കുല ഡോക്ടറേറ്റ് പോലെ വല്ലതുമാണോ എന്തോ. ഇന്ന് ഈ കെ വി തോമസിനെ ചർച്ചാ വിഷയമാക്കിയതിന് മറ്റൊരു കാരണമുണ്ട്. തുടർഭരണം ഉറപ്പാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസിനെ പിരിച്ചുവിടേണ്ടി വരുമെന്നുമാണ് ഈ കെ വി തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സതീശൻ്റെ സ്ഥിതി വളരെ മോശമാണത്രേ പരവൂരിൽ. ഇത്തവണ കൂടി വന്നില്ലെങ്കിൽ കോൺഗ്രസ് പിരിച്ചുവിടേണ്ടി വരും പോലും. അടുത്ത ഭരണവും LDFനാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. സതീശനൊന്നും അത്ര പോരാ, അവിടെ അടി തുടങ്ങി. സത്യത്തിൽ ഈ കെ വി തോമസ് ഒക്കെ കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്തായിരുന്നു അതിനെ പിരിച്ചുവിടേണ്ടിയിരുന്നത്. ഇതുപോലെയുള്ള അഴിമതിക്കാരെയും സീറ്റ് മോഹികളെയും ചുമ്മിക്കൊണ്ട് നടന്നാണല്ലോ ഈ പ്രസ്ഥാനം ഭാവി തുലച്ചു കളഞ്ഞത്. അല്ല തോമസ് അച്ചായ, പിണറായി വിജയൻ വീണ്ടും വന്നിട്ട് വേണമല്ലേ ക്യാബിനറ്റ് റാങ്കോടെ മലയാളികളെ വലിപ്പിച്ച് വീണ്ടും ഡൽഹിയിൽ ചെന്ന് കഴിയാൻ? ഫലം വന്നു കഴിഞ്ഞാൽ തോമസ് വല്ല ഒരു ജലത്തിലും പോയി ഒളിക്കേണ്ടി വരും. കോൺഗ്രസിൽ നിന്ന് പോയതുകൊണ്ട് ആരും കല്ലെറിയാനും തെറി പറയാനും നിങ്ങളുടെ പിന്നാലെ വന്നില്ല. കുടുംബത്തിരിക്കുന്ന ആരെയും തെറി വിളിച്ചതുമില്ല. നേരെ മറിച്ച് നിങ്ങൾ CPMൽ നിന്നാണ് പോയിരുന്നതെങ്കിൽ എന്താകും അവസ്ഥ? വർഗവഞ്ചകനെന്നും കുലംകുത്തിയെന്നും വിളിച്ച് പിന്നാലെ വരും. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പാർട്ടി നൽകിയ പദവികളുടെയെല്ലാം കണക്കു പറയുന്നവരാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ. ആ സുഖം അനുഭവിച്ചിട്ട് പോകുന്നവരെ അവർ പിന്നാലെ ചെന്ന് വേട്ടയാടും. എന്നാൽ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല. നല്ല വിലയുള്ള ഒരു തിരുത മത്സ്യത്തിൻ്റെ വില പോലും കെ വി തോമസിന് കോൺഗ്രസ്സുകാർ നൽകുന്നതേയില്ല. നിങ്ങൾ പോയാൽ ആ പാർട്ടിക്ക് യാതൊരു പൂടയും നഷ്ടമാകില്ല എന്ന് അവർക്കറിയാം. കെ വി തോമസ് കൂടെ വന്നതിൻ്റെ സന്തോഷത്തിലാണ് തൃക്കാക്കര പിടിക്കാമെന്ന് പിണറായി വിജയൻ അന്ന് മോഹിച്ചു പോയത്. കെ വി തോമസ് പോയതോടെ അവിടെ ഭൂരിപക്ഷം ഇരട്ടിച്ചു. ഇത്രയേറെ പ്രതാപിയായിരുന്ന കെ വി തോമസിനെ എന്തുകൊണ്ടാണ് CPM എറണാകുളത്ത് ഒന്ന് പരീക്ഷിക്കാതിരുന്നത്? നിങ്ങളുടെ കുടുംബക്കാരുടെ വോട്ട് പോലും കിട്ടില്ലെന്ന് പിണറായിക്കറിയാം. എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി നമ്പർ 10 ജനപതിൻ്റെ അടുക്കളവാതിലൊന്ന് മുട്ടി നോക്കുക. വല്ല കുശിനിക്കാരൻ്റെ പണിയും കരസ്ഥമാക്കിയാൽ അതുവഴി വീണ്ടും കോൺഗ്രസ്സിലെത്തിച്ചേരാം. പിണറായി വിജയൻ മൂടോടെ പറയാൻ പോവുകയാണെന്ന് തോമസ് മാഷിന് അറിയില്ല. പുള്ളിയുടെ മുഴുത്ത തല നാടാകെ ഇരിക്കുന്നത് കണ്ട പാവം KP തോമസും വല്ലാതെ ഭ്രമിച്ചിരിക്കുകയാണ്. വേണ്ടാതീനം അങ്ങ് പറഞ്ഞും പോയി. ഇനി ആർക്ക് വേണം ഈ KV തോമസിനെ?